സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ആൾക്കാർക്ക് സിനിമയൊന്നും ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും ഫെയിം നേടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് ഏത് തരത്തിലായാലും കുഴപ്പമില്ല, നെഗറ്റീവായാലും കുഴപ്പമില്ല, പോസിറ്റീവായാലും കുഴപ്പമില്ല. അതുപോലുള്ളൊരു വ്യക്തി തന്നെയാണ് പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന നടി. ആ നടി ഇന്ന് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെന്ന് ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡേറ്റ്സ് ആപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. ടെക്നീഷ്യൻസുമായിട്ടൊക്കെ ഞാൻ ഡേറ്റ്സ് ചെയ്തിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഈ പിന്നെ എന്താ പറയുക, സിനിമാ താരങ്ങളുമായിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല എന്നുള്ള തരത്തിൽ കുറച്ച് ഇത് എന്താ വെച്ചാൽ ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഞാൻ കണ്ട ഒരു വാർത്തയാണ്. അപ്പോൾ ഈ ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊന്നും അറിയില്ല. ഉള്ള കാര്യം പറയാലോ, എനിക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല ഇതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. അതായത് ഇപ്പോഴത്തെ പുരോഗമനവാദികളെല്ലാം അങ്ങനെയാണല്ലോ. ഈ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അന്തസ്സോട് കൂടിയിട്ട് പറയും, അതായത് ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് പാർവതി തിരുവോത്തും. പാർവതിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബജീവിതത്തിനോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ ഇതിനോടൊന്നും യാതൊരു താല്പര്യവുമില്ല, കമ്മിറ്റ്മെൻ്റ് ഇല്ല, അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടുള്ള സ്ത്രീയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ പോകുന്നത് എന്തിനാണ് ഇതുപോലെ മറ്റുള്ളവരോട് വിളിച്ചു പറയുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം, വേണ്ടെങ്കിൽ പോകാതിരിക്കാം. അതുപോലെ നിങ്ങൾ പോകുന്ന ഇതൊക്കെ ഞാൻ പോകുന്നുണ്ട്, മറ്റുള്ളവരും ഇത് അനുകരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർക്കൊരു പരസ്യം കൊടുക്കുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തൊക്കെയായാലും പാർവതി തിരുവോത്തിൻ്റെ ഈ നിലപാടുകളോട് ഒരിക്കലും യോജിക്കാൻ നമുക്ക് കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇവരൊക്കെയാണ് മമ്മൂക്ക ഏതോ ഒരു സിനിമയിലൊരു ഡയലോഗ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ മമ്മൂക്കയെ ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് ഇവരൊക്കെ കളിച്ച കളിയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോഴെവിടെയായി? ഇപ്പോഴെന്ന് പറഞ്ഞാൽ സ്വന്തം ഈ WCCയിലെ അംഗം തന്നെ ഒരു സിനിമ എടുക്കുന്നുണ്ട്, ടോക്സിക് എന്ന് പറയുന്ന ഒരു സിനിമ. ഗീതു മോഹൻദാസാണ് സംവിധായക. അപ്പോൾ അവർ തമ്മിൽ തന്നെ ഇപ്പോഴും ഒരു കുഴപ്പമായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടോക്സിക് എന്ന് പറയുന്ന സിനിമയിൽ നമ്മളതിൻ്റെ ട്രെയിലറും അതുപോലെ തന്നെ ട്രീസറും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായത്, സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാത്ത ഒരു പുരുഷൻ, അതുമാത്രവുമല്ല അവരുടെ കൂടെ ആടിപ്പാടുന്നു, അതുപോലെ മദ്യം വരെ അവരുടെ മേലേക്ക് ഒഴിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള ചില ഇതൊക്കെ കാണുന്നുണ്ട് നമ്മൾ. ഏതായാലും പടം ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഗീതു മോഹൻദാസ് എന്ന് പറയുന്ന നടി ആ സിനിമയിൽ സ്ത്രീകളോട് എത്രമാത്രം നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് കാണാം. ഏതായാലും ആ പടം വരാൻ പോവുകയല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെയൊക്കെ നിലപാട്. അതായത് അവനവന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നിലപാടുകളെല്ലാം പറ്റ വിഴുങ്ങിയിട്ട് മറ്റുള്ളവരുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ തോണ്ടി പുറത്തു വരാൻ കൊണ്ടുപോയി ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ പാർവതിയോട് പറയാനുള്ളത്, പാർവതി ഇപ്പോഴെന്ന് പറഞ്ഞാൽ സിനിമയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ഇതുപോലുള്ള ഇത് കൊടുക്കുന്നുണ്ട്. അതായത് എനിക്ക് കുടുംബജീവിതത്തെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കുടുംബജീവിതത്തെ പറ്റി യാതൊരു താല്പര്യവുമില്ല. അതായത് പ്രസവിക്കണം, അതുമാത്രവുമല്ല ഒരു ഉത്തരവാദിത്വം വരണം. പക്ഷേ ഇതിനൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല, ഞങ്ങളെ കൊണ്ട് അതിനൊന്നും നടക്കില്ല. അപ്പോൾ ഇവരൊക്കെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു മോശമായ പ്രവൃത്തിയാണെന്നാണ്. പക്ഷേ എൻ്റെ സഹോദരി ഞാൻ പറയുകയാണ്, ഇതൊന്നും ഒരു മോശമായ പ്രവൃത്തിയല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമി, അതായത് ഭൂമി ഉണ്ടായ മുതൽ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതുമാത്രവുമല്ല, നമ്മുടെയൊക്കെ അമ്മമാരും അച്ഛന്മാരും ഇതുപോലെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ഇതുപോലെ പറയാൻ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പോഴത്തരങ്ങൾ പറയുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പറയാൻ പാടില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ അവസ്ഥ എന്താകും? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അതായത് നിങ്ങൾ കുടുംബജീവിതത്തിന് പോകണ്ട, അല്ലെങ്കിൽ മറ്റുള്ള ഭാരം ചുമക്കാൻ പോകണ്ട. ഇപ്പോഴും നിങ്ങൾ പറയുന്നത് പോലെ ഡേറ്റ്സിന് പോയിക്കോളൂ. ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല കേട്ടാ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ഒരർത്ഥം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവരൊക്കെ പറയുന്ന പുതിയ പുതിയ പേരുകളാണല്ലോ, നമുക്കറിയില്ലല്ലോ. ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാമുകന്മാർ, അതുപോലെ ഈ ജാരൻ, ഇതൊക്കെയാണ്. ഇപ്പോഴും നേരെ മറിച്ചെന്ന് പറഞ്ഞാൽ ജാരൻ എന്ന് പറഞ്ഞ് പോയി, കാമുകം പോയി, ഇപ്പോൾ എല്ലാവരും സുഹൃത്തുക്കളാണ്, ആൺ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന പേരിലാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ WCC എന്ന് പറയുന്ന ആ ഒരു സംഘടനയിലെ അംഗമാണ് പാർവതി, അതുപോലെ ഗീതു മോഹൻദാസ്. ഇവരൊക്കെ പക്ഷെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ പറയും ഇല്ല.
ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഈ പിന്നെ എന്താ പറയുക ടെക്നീഷ്യൻസിൻ്റെ കൂടെ പോയിരുന്നു, അതുപോലെ മറ്റുള്ളവരുടെ കൂടെ പോയിരുന്നു എന്ന് പറയുമ്പോഴേ ഇവർക്ക് എന്ത് മൂല്യമാണ് കിട്ടുന്നത്? അതായത് ഇവരുടെ മൂല്യം എന്താണ്? ഇതുപോലെ ഒരുത്തനെയും കൂട്ടി പോകേണ്ട ഒരു സ്ത്രീയാണോ ഇവർ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞ ആരെങ്കിലും ഇതുപോലെ പോകുന്നുണ്ടോ? ഇല്ല, എനിക്ക് പോകുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. പിന്നെ ചില ആൾക്കാരുണ്ടാകും, അതായത് എല്ലാത്തിലും ഞാൻ പറഞ്ഞല്ലോ, ഈ പിന്നെ നല്ല മനുഷ്യരിലും കെട്ട മനുഷ്യരുണ്ട്. അതെന്ന് പറഞ്ഞാൽ കുടുംബമൊന്നും വേണ്ട, നല്ല കുടുംബത്തിലായാലും ഏത് കുടുംബത്തിലായി കഴിഞ്ഞാലും ചിലത് കെട്ട മനുഷ്യർ തന്നെയുണ്ട്. അവരൊക്കെ ഇങ്ങനെ പല ആൾക്കാരുടെ കൂടെയും പോകുന്നവരുണ്ടാകും. പക്ഷേ ഇതുപോലെ പറഞ്ഞു നടക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഈ പറഞ്ഞു നടത്തിൻ്റെ പിന്നെ എന്താ പറയണ്ടേ, അവർക്ക് പരസ്യം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മമ്മൂക്കാന അങ്ങടങ്ങ് ഈ അടിച്ചിരുത്താൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ച ഈ കൂട്ടരോട് എനിക്ക് പറയാനുള്ളത്, മമ്മൂക്കി അങ്ങ് വെറുതെ വിട്ടേരെ. അങ്ങേരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കുടുംബമായിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതാണ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ചൊറിച്ചലും, അതായത് നല്ല രീതിയിൽ ജീവിക്കുന്നവരെ കാണുമ്പോൾ കുടുംബവും കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും ഭർത്താക്കന്മാരൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടാകും. ആ വിഷമങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക, അല്ലാതെ ഞങ്ങളെന്തോ ഒരു വലിയ സംഭവമാണ്. അപ്പോൾ പാർവതിയുടെ ഈ വർത്തമാനത്തിൽ നിന്നും എനിക്ക് കേട്ടത്, എനിക്ക് പിന്നെ ഗ്രഹിക്കാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ വളരെ സന്തോഷവതിയായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അതുമാത്രമല്ല, ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, ഞങ്ങളുടെ പൈസ ഞങ്ങൾ തോന്നിയതുപോലെയാണ് പോകുന്നത്. പക്ഷേ ഒരു കാര്യം പാർവതി മനസ്സിലാക്കേണ്ടത്, ഈ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കുടുംബമുണ്ടോ, അല്ലെങ്കിൽ അവനെ നശിപ്പിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളെപ്പോലെയുള്ള ഒരു സ്ത്രീ വിളിക്കുമ്പോൾ എങ്ങനെ പോകാതിരിക്കും എന്ന് കരുതിയിട്ട് പോകുന്നവരാണോ എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു കുടുംബത്തെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അതൊന്നും അറിയാത്ത ഒരു പയ്യനായിരിക്കാം, ഇല്ലെങ്കിൽ ഭാര്യയുള്ളവനായിരിക്കാം. അപ്പോൾ അവരെയൊക്കെ വഞ്ചിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ പിന്നെ നിങ്ങൾ ഈ ഡേറ്റ്സ് ചെയ്തു, ടെക്നീഷ്യന്മാരുടെ കൂടെ ഡേറ്റ്സ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് ടെക്നീഷ്യന്മാരുണ്ട്, അവരുടെയൊക്കെ ഫാമിലിയും ഉണ്ട്. ആ ഫാമിലിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നാശത്തിൻ്റെ ഇതിലാണ്. അതായത് ഇത് കേട്ടപ്പോൾ മുതലേ ഒരു ഭാര്യയ്ക്കും ഇതൊന്നും സഹിക്കാൻ കഴിയില്ല. എല്ലാ ഭാര്യമാരുടെയും വിചാരം എൻ്റെ ഭർത്താവാണോ എന്നുള്ള തരത്തിൽ അവരൊക്കെ ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നടന്മാരെ പേര് പറയാതെ ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധിയെ ഇപ്പോഴും നേരിടേണ്ടി വരുന്നത്. ഇപ്പോഴേ പാർവതി അഭിനയിച്ച ചില സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരോടൊക്കെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ പാർവതി നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ, അതായത് പാർവതി നിങ്ങളുടെ കൂടെയാണ് എന്നുള്ള തരത്തിൽ പല സുഹൃത്തുക്കളും ചോദിക്കും, പല വീട്ടുകാരും ചോദിക്കും. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മറുപടി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നത്, ഈ ഡേറ്റ്സ് എന്ന് പറയുന്ന കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. കാരണം ചില ആൾക്കാർ പറയുന്നു കൂടെ പോകുന്നതാണെന്ന് പറയുന്നു, ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോകുന്നതാണെന്ന് പറയുന്നു, പിന്നെ വേറെ എന്തൊക്കെയോ നടക്കുമെന്ന് പറയുന്നു. ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇനി അറിയുന്നവരുണ്ടെങ്കിൽ ഫുൾ നിർവചനമായിട്ട് വരിക. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആളല്ല, അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും പറയാനും അറിയില്ല. അപ്പോൾ ഇതിങ്ങനെ കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ നിങ്ങളൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് പ്രമുഖ ഓൺലൈൻ ചാനലുകൾ തന്നെയാണ് ഇതൊക്കെ പുറത്ത് വിട്ടിരിക്കുന്നത്. പിന്നെ ഇവർ പറഞ്ഞിട്ടില്ലേ, ഇതൊന്നും നമുക്കറിയില്ല. പറഞ്ഞിട്ടുണ്ടാകും, പറയാതെ അങ്ങനെ എല്ലാ ചാനലുകളും ഒരേ സമയം പുറത്ത് വിടില്ലല്ലോ. അപ്പോൾ എവിടെയെങ്കിലും ഇവർ പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പാർവതിയോട് പറയുന്നത്, മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ കൂടി കുഴിയിൽ ചാടിക്കരുത് സഹോദരി. എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുന്നത്? നല്ല സിനിമയൊക്കെ ചെയ്ത് കിട്ടുന്ന സിനിമ, അതായത് കൂടുതൽ സിനിമയൊന്നും ഇല്ലയെന്ന് നമുക്കറിയാം. എന്താണെന്ന് വെച്ചാൽ ഇവർ, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവരുടെ നാവ് തന്നെയാണ് ഇവരുടെ പ്രശ്നം എന്നുള്ളതാണ്. ഈ പിന്നെ മഞ്ജു വാര്യരെക്കാട്ടിയും ഒരുപാട് മുകളിൽ പോകേണ്ട ഒരു ലേഡി സൂപ്പർ സ്റ്റാറായിട്ട് തന്നെ പിന്നെ തീരേണ്ട ഒരു സ്ത്രീ തന്നെയാണ് ഈ പിന്നെ പാർവതി തിരുവോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഓരോ ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ഒരു സംഭവത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, നിർദ്ദേശങ്ങൾ എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ്. നന്ദി, നമസ്കാരം.